നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ മാസം 30-ാം തീയതി കേരളത്തിലെ നടുക്കിയ ദുരന്തമാണ് ഉണ്ടായത്. വയനാട്ടിലെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ. അതിനുശേഷം പാർലമെൻറ്റിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ വലിയ ബഹളമൊക്കെ ഉണ്ടായി. ഇവിടെ നിന്നുള്ള 19 എംപിമാരും അവിടെ കിടന്ന് ബഹളമൊക്കെ വെക്കുകയുണ്ടായി. പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടാണ് അവർ ആ ബഹളമൊക്കെ വെച്ചത്. എന്നാൽ അതിന് മറുപടി പറയാൻ വേണ്ടി BJPയുടെ യുവ MP തേജസ്വി സൂര്യ, അദ്ദേഹം കർണാടകക്കാരാണ്, അദ്ദേഹം എണീക്കുമ്പോൾ മുതൽ ഇവർ വീണ്ടും ഒച്ചപ്പാടുണ്ടാക്കിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ബഹളം ശ്രദ്ധിക്കാതെ അദ്ദേഹം അവിടെ സംസാരിക്കുന്നു. സ്പീക്കർ അദ്ദേഹത്തിന് അനുമതി കൊടുക്കുന്നു. അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. 2020 നമ്മുടെ ഈ സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റി സർക്കാരിന് മുന്നിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അത് വയനാടിൽ ചില പ്രദേശങ്ങളിൽ അവിടെ വലിയ തോതിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിയാനും സാധ്യതയുണ്ട്. അതിനാൽ ഏകദേശം 4000-ഓളം കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണം എന്നാണ്. എന്നാൽ സർക്കാർ അതിന്മേൽ ഒരു നടപടിയും എടുത്തില്ല. എന്തിന് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം ആ റിപ്പോർട്ടിൽ ഉണ്ടായിട്ട് കൂടിയും വയനാടിൻ്റെ MP, ആ സമയത്തൊക്കെ വയനാടിൻ്റെ MP രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി പോലും ഇതിനെപ്പറ്റി ഒരു വാക്ക് പോലും പാർലമെൻറ്റിൽ പറയുകയുണ്ടായില്ല. ഇനി 2021 അന്നത്തെ ഫോറസ്റ്റ് മിനിസ്റ്റർ, അതായത് വനം വകുപ്പ് മന്ത്രി കെ രാജുവാണ്. കെ രാജുജി എന്നാണ് ഈ തേജസ്വി വിളിക്കുന്നത്, അവരെല്ലാവരും അങ്ങനെ തന്നെ വിളിക്കുന്നത്. അപ്പോൾ ഈ കെ രാജുജി നിയമസഭയിൽ അദ്ദേഹം പറയുന്നു, അദ്ദേഹം അംഗീകരിക്കുന്നു, ശരിയാണ്, ഇങ്ങനൊരു റിപ്പോർട്ടുണ്ട്, പക്ഷേ ഇത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്, ഇത് പ്രായോഗികമല്ല, ഇത് ചെയ്യാനാവില്ല എന്ന് പറയുന്നു. അപ്പോൾ പ്രതിപക്ഷം ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് യഥാർത്ഥത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. പറയുന്നത് ചില കമ്മ്യൂണൽ ഇഷ്യൂസുണ്ട്, ചില മതപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതിനാൽ ഈ 4000-ഓളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അതവിടെ കൊണ്ട് തീർന്നു. യഥാർത്ഥത്തിൽ നമ്മൾ വോട്ട് ചെയ്ത് ഒരു ഭരണാധികാരിയൊക്കെ ജയിപ്പിച്ച് ഇങ്ങനെ ഭരിക്കാൻ ഏൽപ്പിക്കുന്നത് എന്തിനാണ്? ശരിക്കും എന്താണ് ജനാധിപത്യം എന്ന് ശരിക്കും നിങ്ങൾ പാർട്ടി വ്യത്യാസമില്ലാതെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. 100 തരത്തിലുള്ള ജനങ്ങളുണ്ട്, 100 അഭിപ്രായങ്ങൾ കാണും, അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കാണും. എല്ലാവരും കൂടി ഒറ്റ ഏകകണ്ഠമായിട്ടൊന്നും തീരുമാനമെടുത്ത ചരിത്രം ലോക ചരിത്രത്തിൽ തന്നെ ഇല്ല. യേശുക്രിസ്തുവിനോ മുഹമ്മദ് നബിക്കോ കൃഷ്ണനോ പോലും അതൊന്നും പറ്റിയിട്ടില്ല. അവരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അവരെയൊക്കെ എതിർക്കാൻ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ യേശുവിന് കുരിശിലേറേണ്ടി വന്നത്. അതുപോലെ തന്നെ നബിക്ക് 60-ന് മുകളിൽ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കൃഷ്ണൻ വിചാരിച്ചിട്ട് പോലും പാണ്ഡവരും കൗരവരും രമ്യതയിലായിട്ടില്ല. അപ്പോൾ ഈ ദൈവങ്ങൾക്കൊന്നും പറ്റാത്ത കാര്യങ്ങൾ മനുഷ്യന് പറ്റുമോ? പറ്റില്ല. പക്ഷേ അതിനു വേണ്ടിയിട്ടാണ് അധികാരം കൊടുത്ത് നമ്മൾ ഓരോരുത്തരെ ഭരണത്തിലേറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ചില തീരുമാനങ്ങൾ എടുക്കാൻ വരുമ്പോൾ ജനങ്ങൾ അതിൽ എതിർപ്പ് കാണിക്കും. പക്ഷേ അതിനെന്താ ചെയ്യേണ്ടത്? അധികാരം ഉപയോഗിച്ച് തന്നെ അവരെ മറ്റിടത്തിലേക്ക് മാറ്റി താമസിപ്പിക്കണം, അല്ലെങ്കിൽ അവരെ അവിടുന്ന് സുരക്ഷിതമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് പാർപ്പിക്കണം. ഇതൊന്നും അവിടെ നടന്നില്ല. അപ്പോൾ പ്രകൃതി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും പ്രകൃതി ദുരന്തം എന്ന് ഓമന പേരിട്ട് വിളിക്കുകയാണ്. മനുഷ്യൻ അല്ലെങ്കിൽ അധികാരികൾ അത് ചെയ്തില്ല, പ്രകൃതി അത് ചെയ്തു. നമുക്കിപ്പോൾ ആരോട് പോയി പരാതി പറയാനാണ്? പ്രകൃതിക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റുമോ? അന്ന് ഒരുപക്ഷെ അന്നത്തെ അവിടുത്തെ ജനങ്ങൾ മതപരമായി സംഘടിച്ചിരുന്നിരിക്കാം. അവരുടെ സംഘബലം കൊണ്ട് ഈ ഗവൺമെൻറ് അധികാരികളെയും പോലീസിനെയുമൊക്കെ അവർ എതിർത്ത് കാണും, നേരിട്ട് കാണും. അതിൽ പിൻവലിഞ്ഞ് പോകാനുള്ളവരല്ല ഈ ഭരണകൂടങ്ങൾ. അവർ പിൻവലിഞ്ഞ് പോവേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോട്ട് ബാങ്ക്. അവർക്ക് ഭരണം നിലനിർത്തണം, ഭരണമില്ലാത്തവർക്ക് അധികാരത്തിൽ വരണം. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള അവിടെ ഒരു ഒത്തുതീർപ്പിലാണ് നടന്നത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ 350-ൽ പരം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. ഒന്ന് ഓർത്തു വെക്കുക, നമ്മൾ ജീവിതകാലം മുഴുവൻ കൊണ്ട് ഉണ്ടാക്കുന്ന സ്വത്ത് വകകൾ, അതായത് വീടാവട്ടെ മറ്റ് ഇതൊക്കെ ആവട്ടെ, ഇതെല്ലാം നഷ്ടപ്പെടുകയും അതിൻ്റെ ഒപ്പം മനുഷ്യൻ്റെ ജീവനും കൂടെ പോയി. അപ്പോൾ അവരെ വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങൾക്ക് ജീവനാണോ വലുത് അത് വീടും മറ്റ് സ്വത്ത് വകകളാണോ വലുത് എന്ന് ചോദിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിനുള്ള സമയം കൊടുത്ത് വേണ്ട രീതിയിൽ മറ്റൊരിടത്തേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകൾ ചെയ്യേണ്ടത്. അതിവിടെ നടന്നില്ല. 4000 കുടുംബങ്ങൾ എന്നത് ഒരുപക്ഷെ ഒരു വലിയ കണക്കായിരിക്കും, എങ്കിലും കുറേയേറെ പേരെയെങ്കിലും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റുമായിരുന്നു. അത് സർക്കാരുകൾ ചെയ്തില്ല എന്നത് അക്ഷന്ത്യമായിട്ടുള്ള തെറ്റാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഭൂമിയിൽ ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ടിയിരുന്ന കുരുന്നുകളടക്കമുള്ള മനുഷ്യരുടെ ജീവൻ നഷ്ടമായത്. ആ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട്. അതിന് 2021 കെ രാജു എന്ന വനം വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് നിയമസഭാ രേഖയായിട്ട് തന്നെ കിടക്കുന്നു.
ഇത് നടക്കില്ല, ഇത് പ്രായോഗികമല്ല എന്നും അവർക്ക് അവിടെ ഉള്ള ജനങ്ങളിൽ നല്ല എതിർപ്പുണ്ടെന്ന്. ഇപ്പോൾ ആർക്കും എതിർപ്പില്ലല്ലോ. ഇപ്പോൾ അവിടെ താമസിക്കാൻ ആളുകൾക്ക് പേടിയല്ലേ? ഇപ്പോൾ ഈ പൊട്ടിത്തകർന്ന ഇടത്തിൽ ആരെങ്കിലും പോയി ഇനി താമസിക്കുമോ? അവിടെ വെറുതെ കൊടുക്കാം എന്ന് പറഞ്ഞാലും അതിൻ്റെ ചൂട്ടിൽ പോയി ആരെങ്കിലും താമസിക്കുമോ? അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമാവുന്ന തരത്തിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അതിനാണ് രാഷ്ട്രീയ നേതൃത്വവും ഭരണവും ഒക്കെ ഉള്ളത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്ത് ഇവരെയൊക്കെ കയറ്റുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഈ വിവരമെല്ലാം ഇവർക്കറിയാം. അതായത് വയനാട് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒക്കെ അറിയാം. അവരാണല്ലോ സ്ഥിരമായിട്ട് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ. ഇവിടെ ഒരു മൂന്നാം മുന്നണി പോലും വരാൻ അവർ സമ്മതിക്കാത്തതിൻ്റെ പ്രധാന കാര്യം കാര്യത്തിലും പല കാരണം കൊണ്ടും പല കാര്യത്തിലും അവർ ഈ എന്താ പറയുക, ഇടതും വലതെന്നോ അല്ലെങ്കിൽ ഭരണ പ്രതിപക്ഷം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ചില കാര്യത്തിലൊക്കെ അവർ ഒറ്റക്കെട്ടാണ്. പലസ്തീൻ്റെ കാര്യത്തിൽ, ഇതുപോലുള്ള വിഷയത്തിൽ ഇതിലൊക്കെ അവർ ഒറ്റക്കെട്ടാണ്. ചോദ്യം ചെയ്യാൻ ആരുമില്ല അവിടെ. മറ്റൊരു മുന്നണിയോ മറ്റൊരു പാർട്ടിയോ ഉണ്ടെങ്കിലല്ലേ അതിനെ ചോദ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവർ വളരെ ഭദ്രമായിട്ട് ഇക്കാലം അത്രയും ഇങ്ങനെ ഭരിച്ചുകൊണ്ട് വന്നത്. പക്ഷെ നഷ്ടപ്പെടുന്ന ജീവനുകൾക്ക് നമ്മളെല്ലാവരും കൂടെ കുറേ ദുരിതാശ്വാസം ചെയ്തു, കുറേ പണം ചെയ്തു, അല്ലെങ്കിൽ കൈമയും മറന്ന് പ്രവർത്തിച്ച് ഇതെല്ലാം കഴിഞ്ഞ് രണ്ടാമത് റീബിൽഡ് കേരളയും അല്ലെങ്കിൽ റീബിൽഡ് വയനാടും ഒക്കെ ആയിട്ട് രണ്ടാമത് ജീവൻ കരിപ്പിടിപ്പിക്കുന്നു. പക്ഷേ നഷ്ടപ്പെട്ടതോ? അപ്പോൾ അത് നഷ്ടപ്പെടാതെ നോക്കിയാണ് ഭരണകൂടങ്ങൾ ചെയ്യേണ്ടത്. അവരത് കൃത്യമായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ എന്താണ് പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ജോലി പ്രകൃതി ചെയ്യും. ആരോട് പോയി പരാതിപ്പെടും? എവിടെ പോയി നമ്മൾ കേസ് കൊടുക്കും? ആർക്കെതിരെ കേസ് കൊടുക്കും? ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഈ സംഭവം തേജസ്വി സൂര്യ അതവിടെ പറഞ്ഞു, ഈ വിവരങ്ങൾ അക്കമിട്ട് പറഞ്ഞു. അതായത് ഇത് വസ്തുതയാണ്. ഇത് പറയുമ്പോൾ ഇത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ 19 ഒച്ച വെക്കുകയാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, കേരള നിയമസഭയിൽ നടന്ന സംഭവം പാർലമെൻറ്റിൽ പറയുമ്പോൾ അത് അവിടെ പറയാതിരിക്കാൻ, മറ്റാരും കേൾക്കാതിരിക്കാൻ, ജനങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടി ഒച്ച വെക്കുകയാണ്, ബഹളം വെക്കുകയാണ്. അപ്പോൾ എത്ര മാത്രം അവരുടെ ആ മനസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ട 19 എംപിമാരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇല്ലാത്ത കാര്യമൊന്നുമല്ല അവിടെ തേജസ്വി സൂര്യ പറഞ്ഞത്, ഉള്ള കാര്യമാണ്. ഇവിടുത്തെ മന്ത്രിയായിട്ടുള്ള കെ രാജുവിനെയും അതേപോലെ തന്നെ ഇവിടുത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ടും ഉദ്ധരിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് അവിടെ തന്നെ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞ് സമർത്ഥിക്കണം. അതിനല്ല അവർ ശ്രമിച്ചത്. 19 എംപിമാരും അതിനല്ല ശ്രമിച്ചത്. 19 എംപിമാർ ഇയാളെ കൊണ്ടത് പറയിക്കാതിരിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ ശരിക്കും ഇവിടെ വിഡ്ഢികളായത് ആരാണെന്ന് ഓർക്കുക, കേരളത്തിലെ ജനങ്ങളാണ്. ഈ മരിച്ചു പോയവർ ആരെങ്കിലും അറിയുന്നുണ്ടോ ഈ സംഭവം? ഒരുപക്ഷെ അവരിൽ പലരുമൊക്കെ അവിടെ തന്നെ ഞങ്ങൾ താമസിക്കത്തുള്ളൂ, ഞങ്ങൾ ഇവിടെ നിന്ന് മാറത്തില്ല എന്ന് പറഞ്ഞവരൊക്കെ ആയിരിക്കാം. പക്ഷേ ഒരു അനുഭവം വന്നു കഴിയുമ്പോൾ പഠിക്കണം. ഇതിപ്പോൾ എത്ര അനുഭവമായി കേരളത്തിന്? 1-2 ആയോ? എത്ര പേരുകൾ, പല പേരുകളും ഇതുപോലെ ദുരന്തത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. പുത്തുമലയും കവളപ്പാറയും അതേപോലെ തന്നെ അമ്പൂരിയും ഇപ്പോഴുള്ള ഈ ചൂരൽ മലയും അട്ടമലയും മുണ്ടക്കയും ഒക്കെ ഇനി മുതൽ ആ പേരുകളൊക്കെ ദുരന്തബാധിത പ്രദേശമായിട്ടാണ്. അല്ലെങ്കിൽ ആ പേര് കേൾക്കുമ്പോഴേ നമ്മൾ ഈ മണ്ണിടിച്ചിലിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും ആ കാര്യമായിരിക്കും നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത്. അപ്പോൾ അത്തരം ദുരന്തങ്ങളുടെ പേരാക്കി കുറേ പേരുകൾ വന്നു എന്നല്ലാതെ ഇവിടുത്തെ ഒരു ഭരണകൂടവും മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ടോ ഒരു ദുരന്തം കഴിയുമ്പോൾ ആ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനേക്കാളും മുൻപ് പണത്തിന് വേണ്ടി തെണ്ടുന്ന ഒരു സർക്കാരും ജോറായിട്ടുണ്ടെന്നേ തൽക്കാലം പറയുന്നുള്ളൂ.